സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. ഇടുക്കി 16-ാം കണ്ടത്ത് ഉരുൾപൊട്ടി. ശക്തമായ മഴയിൽ ഏലപ്പാറ ചെമ്മണ്ണിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ തങ്കരാജിനെ രക്ഷപ്പെടുത്തി നാട്ടുകാർ. 50% മുകളിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പരിഗണിക്കുമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നും ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടെന്നും ഇടുക്കി MLA റോയ് കെ പൗലോസ്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ടു പോകുമ്പോഴും രാജാക്കാട് ബൈപ്പാസ് റോഡ് മദ്യപ സംഘങ്ങളുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുവാൻ അധികൃതർക്കാവുന്നില്ല. അതിഥി തൊഴിലാളികളാണ് ലഹരി ഉപയോഗത്തിനായി ബൈപ്പാസ് റോഡ് കൈയടക്കിയിരിക്കുന്നത്. ഇവർ തമ്മിൽ സംഘർഷങ്ങളും നിത്യസംഭവം. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ 4 പുതിയ ലേബർ കോഡുകൾ പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധമെന്നും അവ ഉടൻ പിൻവലിക്കണമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇടുക്കി 16-ാം കണ്ടത്ത് ഉരുൾപൊട്ടലുണ്ടായി. കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്ന് സമീപത്തെ വീടിന് പിന്നിലേക്ക് മരങ്ങളും കല്ലുകളും ഒലിച്ചു വന്നെങ്കിലും വാട്ടർ ടാങ്ക് തകർത്ത് ഗതി മാറി ഒഴുകിയതിനാൽ വീടിന് മറ്റ് കേടുപാടുകൾ സംഭവിക്കാതെ രക്ഷപ്പെട്ടു. വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം കണ്ടം പറത്താനത്ത് രാജുവിന്റെ വീടിന്റെ പിൻഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. പുലർച്ചെ 4-നായിരുന്നു സംഭവം. വലിയ ശബ്ദം കേട്ടുണർന്ന രാജു കുടുംബാംഗങ്ങളെ വിളിച്ചിറക്കി സമീപത്തെ തൊഴുത്തിൽ അഭയം തേടി. തൊട്ടുപുറകെ മുറ്റത്തേക്ക് വെള്ളത്തോടൊപ്പം കല്ലും തടികളും ഒഴുകിയെത്തി. വീടിന് സമീപത്തുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ സംഭരണ ടാങ്ക് തകർത്ത ഉരുൾ വന്നതിനാൽ വീടിന് കാര്യമായ കേടുപാടുകൾ പറ്റാതെ രക്ഷപ്പെട്ടുവെന്ന് വീട്ടുടമ രാജു പറയുന്നു. ഒരു വെളുപ്പിന് 4 മണിക്ക് രാത്രി 4 മണിക്ക് ഒരു വലിയൊരു മുഴക്കത്തോടു കൂടിയ സംഭവം. ഒരു ഒച്ച കേട്ട ഞാൻ വെടച്ചേക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയും വിളിച്ചു. തൊട്ടടുത്ത് കിടന്ന എൻ്റെ അമ്മയുടെ റൂമിൽ വന്ന് അമ്മയുടെ കയ്യെ പിടിച്ച് ഞങ്ങൾ. ഉപ്പുതോട് വില്ലേജ് അധികൃതരും പഞ്ചായത്ത് അംഗം ബിജോ ജോസും സ്ഥലത്തെത്തി ബന്ധപ്പെട്ട അധികൃതർക്ക് വിവരം നൽകി. മഴ ശക്തമായി തുടരുന്നതിനാൽ പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുകയാണ്. 16-ാം കണ്ടം മുരിക്കാശ്ശേരി റോഡിലും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. റോഡിന്റെ തിട്ടയിടിഞ്ഞ് വീടിന്റെ മുറ്റത്തേക്ക് പതിച്ചു. പഞ്ചായത്ത് അംഗം റംല അസീസും സമീപവാസികളും ചേർന്ന് കല്ലും മണ്ണും നീക്കം ചെയ്ത അപകട ഭീഷണി ഒഴിവാക്കി. സിറ്റി വിഷൻ ഇടുക്കി. ശക്തമായ മഴയിൽ ഏലപ്പാറ ചെമ്മണ്ണിൽ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വീടിനുള്ളിൽ കുടുങ്ങിയ വീട്ടുടമസ്ഥനായ ഒടിച്ചുകുത്തി വളവ് സ്വദേശി തങ്കരാജിനെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. ശക്തമായ മഴയെ തുടർന്നാണ് ഏലപ്പാറ ചെമ്മണ്ണ ഒടിച്ചുകുത്തി വളവിന് സമീപത്ത് താമസിക്കുന്ന തങ്കരാജിന്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. ഇതോടെ വീടും വാഹനങ്ങളും മണ്ണിനടിയിലായി. വീട്ടിലെ നായ കുറച്ച് ബഹളം വെച്ചത് ശ്രദ്ധിച്ചപ്പോഴാണ് മണ്ണിടിച്ചിലുണ്ടായത് അറിയുന്നത്. വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ വഴിയിലേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും തങ്കരാജ് വീടിനുള്ളിൽ കുടുങ്ങി. അയൽവാസിയായ മനോജും മറ്റുള്ളവരും ചേർന്നാണ് തങ്കരാജിനെ രക്ഷപ്പെടുത്തിയത്. എനിക്കൊരു ഫോൺ കോൾ ഇന്നിവിടെ മണ്ണിടിഞ്ഞ് വീടിനകത്ത് നമ്മുടെ തങ്കരാജൻ ഒരു എസ്റ്റേറ്റിലെ ജോലിക്കല്ല നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ ഇന്നിവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇവിടെ വന്നപ്പോഴും ഞാനും എൻ്റെ കൂടെ വേറൊരാളും കൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് ഓടി വന്നപ്പോഴത്തേന് ബാക്കി പിള്ളേരും അവർ കുടുംബക്കാരെല്ലാം കയറി മുമ്പോട്ട് കയറിയായിരുന്നു. പുള്ളി മണ്ണിടിഞ്ഞ് അതിനകത്ത് അകപ്പെട്ട് പോയായിരുന്നു. മണ്ണിടിച്ചിലിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒരായുസിന്റെ സമ്പാദ്യമത്രയും ഈ കുടുംബത്തിനില്ലാതായി. 2 ഇരുചക്ര വാഹനമടക്കം 3 വാഹനങ്ങളും മണ്ണിനടിയിലാണ്. പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നതിനാൽ മണ്ണ് മാറ്റാൻ സാധിച്ചിട്ടില്ല. സിറ്റി വിഷൻ ഉപ്പുതറ. 50% മുകളിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പരിഗണിക്കണം എന്ന നിർദ്ദേശം ബന്ധപ്പെട്ട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ടെന്നും ഇടുക്കി MLA റോയ് കെ പൗലോസ് പറഞ്ഞു. മോശമായ ഈ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ വിനോദസഞ്ചാരികളുടെ വരവ് പരമാവധി കുറയ്ക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. ഈ ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് ഈ വിവരം അറിഞ്ഞ വഴിയെ തന്നെ അദ്ദേഹം കോഴിക്കോടായിരുന്നു. അവിടുന്ന് വളരെ വേഗം തന്നെ അദ്ദേഹം തിരിച്ചെത്തി. റവന്യൂ മന്ത്രി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടും ഞങ്ങളെല്ലാവരുമായിട്ടും രാവിലെ 6 മണിക്ക് തന്നെ ഫോണിൽ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളെല്ലാം ആ ദുരന്തമുഖത്ത് പോയിരുന്നു. ആ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് പങ്കാളികളായിരുന്നു. അവിടെ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നൽകേണ്ട താൽക്കാലികമായ സഹായം 10,000 രൂപ അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്.
ബാക്കിയുള്ള സഹായം എന്താണെന്നുള്ളത് ഗവൺമെൻറ് ആണ് പ്രഖ്യാപിക്കുക. അത് ക്യാബിനറ്റ് കൂടി പ്രഖ്യാപിക്കും. പരിക്കേറ്റ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവുകൾ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളോടോ മറ്റാളുകളോടോ ആശുപത്രി ചെലവുകളൊന്നും നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം അപ്പോൾ തന്നെ ആ യോഗത്തിൽ വെച്ച് തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ജില്ലയിലെ ഈ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ എത്രയും വേഗം അവരെയെല്ലാം മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തു. അതിനനുസരിച്ച് പല ക്യാമ്പുകളും ആരംഭിച്ചു. ഇടുക്കി നിയോജനത്തിൽ തന്നെ 6-7 ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ പുത്തേട് എന്ന് പറയുന്ന സ്ഥലത്ത് 10-30 ആളുകൾ വൈകിട്ട് ക്യാമ്പുണ്ടായിരുന്നു. മുതിയാമല ഉണ്ടായിരുന്നു, കോളപ്പുറ ഉണ്ടായിരുന്നു, കഞ്ഞിക്കുഴിയിൽ 3 ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ക്യാമ്പുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അപകട സാധ്യത നിലനിൽക്കുന്നു എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം അടിയന്തരമായിട്ട് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. കട്ടപ്പന പാറക്കടവിന് സമീപം കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. മുണ്ടുതുറപ്പേൽ അനന്തു വിജയന്റെ വീടിന്റെ പിൻവശത്തെ തിട്ടയാണ് കഴിഞ്ഞ രാത്രി 7:30 ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ തുടങ്ങിയപ്പോൾ കുടുംബം മാറി താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ അടക്കം സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പും നൽകിയിരുന്നു. ഇത് ഇന്നലെ വൈകിട്ടായി മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഞങ്ങൾ വീട്ടിൽ ആളില്ലായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം മഴയത്ത് മണ്ണിടിഞ്ഞ് വീണതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം മഴ തുടങ്ങിയപ്പോൾ തന്നെ മാറി താമസിച്ചായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുകളിൽ റോഡിൻ്റെ കെട്ടായിരിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ തവണയാണ് മണ്ണിടിഞ്ഞ് വീഴുന്നത്. ആദ്യമേ ഒന്ന് മണ്ണിടിഞ്ഞ് വീണു, വില്ലേജിൽ നിന്ന് അവർ വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം ഈ മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഇനി വീണ മേളത്തെ മെയിൻ റോഡിൻ്റെ കയ്യാല കൂട്ടി മുഴുവൻ വീടിൻ്റെ പുറകെ വരും. ഇനിയും മണ്ണിടിച്ചിലുണ്ടായാൽ വീടിന് സമീപത്തുകൂടി കടന്നുപോകുന്ന പാറക്കടവ് ആനകുത്തി റോഡ് തന്നെ നിലംപതിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ ഭാഗത്തെ റോഡിന്റെ സംരക്ഷണ ഭിത്തിയും നിലവിൽ അപകടാവസ്ഥയിലാണ്. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ സ്ഥലം സന്ദർശിച്ചു. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ടു പോകുമ്പോഴും രാജാക്കാട് ബൈപ്പാസ് റോഡ് മദ്യപ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ അധികൃതർക്കാവുന്നില്ല. അതിഥി തൊഴിലാളികളാണ് ലഹരി ഉപയോഗത്തിനായി ബൈപ്പാസ് റോഡ് കൈയടക്കിയിരിക്കുന്നത്. മദ്യപാനത്തിന് ശേഷം ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും നിത്യസംഭവമായി പ്രദേശത്ത് മാറിയിരിക്കുകയാണ്. രാജാക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തു നിന്നും രാജാക്കാട് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡിൽ നിന്നുള്ള നേർക്കാഴ്ചയാണിത്. ആരെയും ഭയക്കാതെയുള്ള അതിഥി തൊഴിലാളികളുടെ പരസ്യമായ മദ്യപാനം. റോഡിന്റെ വശങ്ങളിലും സമീപത്തുമായി എത്തുന്ന ഇവർ ഇവിടെ ഇരുന്ന് മദ്യപിക്കുക മാത്രമല്ല, മറ്റു ലഹരികൾ ഉപയോഗിക്കുകയും വിൽപ്പനയും നടത്തുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കി ഓപ്പറേഷൻ തൂഫാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് നാട്ടുകാർക്ക് ഭയമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ ലഹരി ഉപയോഗം. ഇതുമാത്രമല്ല, ലഹരി ഉപയോഗിച്ച് ബോധമില്ലാത്ത ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും രാജാക്കാടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് പ്രതിസന്ധിയായി മാറുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെയും ബൈപ്പാസ് റോഡിന് ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങൾ കർഷകർക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധം കുപ്പികളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്ന കർഷകരുടെ ആവശ്യത്തിനും നാളുകളുടെ പഴക്കമുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ പുതിയ 4 ലേബർ കോഡുകൾ പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധമാണെന്നും അവ ഉടൻ പിൻവലിക്കണമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ഇന്ത്യൻ നാഷണൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കുമിളി ഹോളിഡേ ഹോമിൽ നൽകിയ പ്ലാന്റേഷൻ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി പോരാടി നേടിയെടുത്ത അവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യവും കവർന്നെടുക്കുന്നതാണ് പുതിയ നിയമങ്ങൾ. കോർപ്പറേറ്റുകൾക്ക് എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികളെ പിരിച്ചുവിടുവാനുള്ള ഹയർ ആൻഡ് ഫയർ അധികാരം നൽകുന്നതിലൂടെ രാജ്യം വലിയൊരു തൊഴിൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. പണിമുടക്കുവാനും പ്രതിഷേധിക്കുവാനുമുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ പോലും കഠിനമായ നിബന്ധനകളിലൂടെ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഈ നിയമങ്ങൾക്കെതിരെ INTUC ദേശീയ സംസ്ഥാന തലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. ഏതെങ്കിലും ഇപ്പൊ MLA ആയാൽ പിന്നെ MLAക്ക് ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. പിന്നെ 100 വാർത്തകൾ വരും. ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ പേര് ഇംഗ്ലീഷിലാണെങ്കിൽ സാഡിസ്റ്റുകൾ എന്ന് പറയും, മലയാളത്തിലാണെങ്കിൽ സ്ഥാനം കിട്ടാത്തതിലുള്ള നിരാശ ബാധിച്ച കുറെ ആളുകൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള
പത്രങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, വാർത്തകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ എനിക്ക് അത്ഭുതമാണ്. പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും മുൻ MLA-യുമായ PJ ജോയി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരായ റോയ് കെ പൗലോസ്, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, F രാജ, മുൻ MLA-മാരായ അഡ്വക്കേറ്റ് EM അഗസ്തി, AK മണി, നേതാക്കളായ PR അയ്യപ്പൻ, മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ, VR പ്രതാപൻ, PP ആലി, G മുനിയാണ്ടി, D കുമാർ, PV നിക്സൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. INPWF സംസ്ഥാന സെക്രട്ടറിമാരായ PK രാജൻ, രാജു ബേബി എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ. അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരളത്തിന്റെ വൈദ്യുതി ഭദ്രതയുടെ ഹൃദയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. സംഭരണശേഷി ഉയരുന്നത് എപ്പോഴും കേരളം നോക്കി നിൽക്കും. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 4/1 ഒറ്റയ്ക്ക് സംഭാവന ചെയ്യുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയിലെ നട്ടെല്ലാണ്.
മഴയും ജലലഭ്യതയും അനുസരിച്ച് വ്യത്യാസമുണ്ടാകുമെങ്കിലും കേരളത്തിന് ആവശ്യമായ വാർഷിക വൈദ്യുതിയുടെ ഏകദേശം 20 മുതൽ 30% വരെ ഇടുക്കി പദ്ധതി ഒറ്റയ്ക്കാണ് സംഭാവന ചെയ്യുന്നത്. 2026 ഓഗസ്റ്റ് 2 കണക്ക് പ്രകാരം ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2340.04 അടിയാണ്. ആകെ സംഭരണശേഷിയുടെ 37.48% വെള്ളമാണ് നിലവിലുള്ളത്. ഡാമിന്റെ ഫുൾ റിസർവോയർ ലെവൽ 2403 അടിയാണ്. ഇതേ ദിവസം 2025 ഓഗസ്റ്റ് 2 ജലനിരപ്പ് 2376.20 അടിയും സംഭരണശേഷി 70.04%. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ജലനിരപ്പ് 36.16 അടി കുറവാണ്. സംഭരണശേഷിയും ഗണ്യമായി താഴെ. KSEBയുടെ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ ആകെ വാർഷിക ഉൽപാദന ശേഷി 6780 ദശലക്ഷം യൂണിറ്റ് ആണ്. ഇതിൽ 2398 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി മാത്രമാണ്. KSEBയുടെ ജലവൈദ്യുത ഉൽപാദനത്തിന് 35%-ലേറെ ഇടുക്കി പദ്ധതിയുടെ സംഭാവന. ഇടുക്കി ജില്ലയിലെ മറ്റ് ജലവൈദ്യുത പദ്ധതികളായ ലോവർ പെരിയാർ 493, പള്ളിവാസൽ 284, ചെങ്കുളം 182, പന്നിയാർ 158, മലങ്കര എന്നിവ കൂട്ടിച്ചേർത്താൽ KSEBയുടെ ജലവൈദ്യുത ഉൽപാദനത്തിന്റെ ഏകദേശം 52%-ഓളം ഇടുക്കി ജില്ലയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വൈദ്യുതി സുരക്ഷയിൽ ഇടുക്കി ജില്ലയ്ക്കുള്ള പ്രാധാന്യം അതിവലുതാണ്. ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് പത്തനംതിട്ട ജില്ലയിലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ഇതിന്റെ വാർഷിക ഉൽപാദന ശേഷി 1338 ദശലക്ഷം യൂണിറ്റ് ആണ്. തുടർന്ന് ലോവർ പെരിയാർ 493, ഇടമലയാർ 380, പള്ളിവാസൽ 284, കുറ്റിയാടി 268 എന്നീ രീതിയിലാണ് സംഭാവന നൽകുന്നത്. കേരളത്തിന്റെ ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിക്ക് പുറമെ കായംകുളം താപനിലയം, സൗരോർജ്ജ പദ്ധതികൾ കൂടാതെ NTPC, NHPC, NPCIL തുടങ്ങിയ കേന്ദ്ര വൈദ്യുതി നിലയങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള വിഹിതമായ കേന്ദ്ര പൂൾ വൈദ്യുതിയും ആവശ്യമുള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയും ചേർന്നാണ് സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നത്. അതുകൊണ്ടാണ് ഓരോ മഴക്കാലത്തും ഇടുക്കി ഡാമിലെ ജലനിരപ്പും നീരൊഴുക്കും സംഭരണശേഷിയും വൈദ്യുതി ഉൽപാദനവും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തിന്റെ വൈദ്യുത ഭദ്രതയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമായി ഇന്നും ഇടുക്കി ജലവൈദ്യുത പദ്ധതി തുടരുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. മഴ ശക്തി പ്രാപിച്ചതോടുകൂടി ഇടുക്കിയിലെ ചെറുകിട ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. 2 ദിവസമായി തുടരുന്ന മഴയിൽ 5 ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വന്നു. ഇരട്ടയാർ, കല്ലാർ, കല്ലാർകുട്ടി, മലങ്കര, പാമ്പള ഡാമുകളുടെ ഷട്ടറുകളാണ് ഉയർത്തിയിരുന്നത്. 2 ദിവസം കൊണ്ട് 10 അടിയോളം വെള്ളമാണ് ഉയർന്നത്. ഇതോടെ ഡാമിലെ ജലനിരപ്പ് 2339 അടിയായി ഉയർന്നു. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ തൊടുപുഴ, മൂവാറ്റുപുഴ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ജില്ലയിലാകെ 2 മരണവും 8 പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. 14 വീടുകൾ പൂർണ്ണമായും 69 വീടുകൾ ഭാഗികമായും നശിച്ചു. ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 9 വലിയ മണ്ണിടിച്ചിലും 74 ചെറിയ മണ്ണിടിച്ചിലും ഉണ്ടായി. 29 വില്ലേജുകളിൽ മഴക്കെടുതി ബാധിച്ചതായും ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങൾ ശക്തമാണെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഉപ്പുതറ. കട്ടപ്പന പുളിയമല റോഡിൽ മണ്ണിടിച്ചൽ ഭീഷണിയിൽ 8 കുടുംബങ്ങൾ. ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉറക്കമളച്ചാണ് ഇവർ രാത്രി കഴിച്ചുകൂട്ടുന്നത്. സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷനിലടക്കം പണി കഴിപ്പിച്ച വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത്. 20 വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന 8 കുടുംബങ്ങളാണ് വീടിന് സമീപത്തെ തിട്ടയിടിയുന്നതോടെ ദുരിതത്തിലായിരിക്കുന്നത്. ഇതിൽ 4 വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ്. ഒരു വീടിന്റെ മുറി തിട്ടയിടിഞ്ഞതിനെ തുടർന്ന് തെന്നിമാറിയ നിലയിലുമാണ്. പല വീടുകളുടെയും ശുചിമുറികൾ ഉപയോഗയോഗ്യമല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. ഈ സാഹചര്യം വന്നതോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേരുകയും തുടർന്ന് PWD, വില്ലേജ് എന്നിവിടങ്ങളിൽ പ്രദേശത്തെ അപകടാവസ്ഥ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിരന്തരമായി മണ്ണിടിച്ചിൽ വന്നിട്ട് ഇവിടെ ഈ വീടുകളെല്ലാം വിണ്ടിരിക്കുകയാണ്. വീടുകളോട് ചേർന്നുള്ള ബാത്റൂമും അതെല്ലാം വിണ്ടു നിൽക്കുകയും അവിടെ കുട്ടികൾക്ക്, മുതിർന്നവർക്കും പ്രായമായവർക്കും കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ജനപ്രതിനിധി വിളിച്ചതനുസരിച്ച് ജനങ്ങളെല്ലാം കൂടെ വന്നു. കട്ടപ്പന മുതൽ പുളിയന്മല വരെ റോഡിന്റെ നിർമ്മാണത്തിനായി ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ 38 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് സമീപമാണ് മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നത്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഇവിടെ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന.
മോഷ്ടിക്കപ്പെട്ട മൊബൈൽ ഫോൺ കുമളി പോലീസ് വീണ്ടെടുത്ത് ഉടമയ്ക്ക് കൈമാറി. വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഗോപിക്കുട്ടൻ എന്നയാളുടെ ഫോണാണ് കുമളി പോലീസ് വീണ്ടെടുത്തത്. കഴിഞ്ഞ ജൂൺ മാസം ചോറ്റുപാറ എസ്റ്റേറ്റിലെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന ഗോപിക്കുട്ടന്റെ മൊബൈൽ ഫോൺ ഇവിടെ പണിയെടുക്കുവാനെത്തിയിരുന്ന ബീഹാർ സ്വദേശികൾ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഗോപിക്കുട്ടൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുമളി പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ പോലീസ് ഓഫീസർമാരായ മാരിയപ്പൻ ഫോൺ കണ്ടെത്തി ഗോപിക്കുട്ടന് കൈമാറുകയായിരുന്നു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. ഇടുക്കി 16-ാം കണ്ടത്ത് ഉരുൾപൊട്ടി. ശക്തമായ മഴയിൽ ഏലപ്പാറ ചെമ്മണ്ണിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചു. വീടിനുള്ളിൽ കുടുങ്ങിയ തങ്കരാജിനെ രക്ഷപ്പെടുത്തി നാട്ടുകാർ. 50% മുകളിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പരിഗണിക്കുമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നും ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടെന്നും ഇടുക്കി MLA റോയ് കെ പൗലോസ്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ടു പോകുമ്പോഴും രാജാക്കാട് ബൈപ്പാസ് റോഡ് മദ്യപ സംഘങ്ങളുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുവാൻ അധികൃതർക്കാവുന്നില്ല. അതിഥി തൊഴിലാളികളാണ് ലഹരി ഉപയോഗത്തിനായി ബൈപ്പാസ് റോഡ് കൈയടക്കിയിരിക്കുന്നത്. ഇവർ തമ്മിൽ സംഘർഷങ്ങളും നിത്യസംഭവം. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ 4 പുതിയ ലേബർ കോഡുകൾ പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധമെന്നും അവ ഉടൻ പിൻവലിക്കണമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.